ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ ക്ലാസ് 7 ബേസിക് സയൻസ് ചാപ്റ്റർ 1 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീഡ് ആൻഡ് ഈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ് കേട്ടോ. ലിസൺ ടു ദ കോൺവെർസേഷൻ ഓഫ് ചിൽഡ്രൻ. ഒരു ചിൽഡ്രൻസിൻ്റെ കോൺവെർസേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദിസ് വെറൈറ്റി ഈസ് സൽകീർത്തി. സീ ദ പ്ലാന്റ് ഈസ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. ഡു യു സീ ദാറ്റ്? അപ്പോൾ അവിടെ ഒരു വെണ്ടയ്ക്കയുടെ ഫിഗറാണ്, ലേഡീസ് ഫിംഗറിൻ്റെ ഫിഗർ കൊടുത്തിട്ട് പറയുക സൽകീർത്തി എന്നാണ് ഈ വെറൈറ്റിയുടെ പേര്. നല്ല പോലെ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. ഐ ഹാഡ് ആൾസോ പ്ലാന്റഡ് സൽകീർത്തി ബട്ട് ദ ഈൽഡ് ഈസ് ലോ. പക്ഷെ ആ ബോയ് എന്താ പറയുന്നത്, ഞാനും ഇത് പ്ലാന്റ് ചെയ്തതാണ്, പക്ഷെ അധികം നല്ല ക്വാളിറ്റി ഉള്ളതൊന്നും ഉണ്ടാവുന്നില്ല. ബോത്ത് ഓഫ് ദം പ്ലാന്റഡ് ദ സെയിം വെറൈറ്റി ഓഫ് ലേഡീസ് ഫിംഗർ. രണ്ടുപേരും സെയിം വെറൈറ്റി ഓഫ് ലേഡീസ് ഫിംഗർ ആണ് പ്ലാൻ ചെയ്തത്. ഈവൻ ദെൻ ദ ഈൽഡ് ഫ്രം ദ പ്ലാന്റ് ഓഫ് വൺ ചൈൽഡ് ഈസ് ലോ. ഒരെണ്ണത്തിൻ്റെ ലോയായി. എന്തുവാണ് അതിൻ്റെ റീസൺ എന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും അതിൻ്റെ റീസൺ? രണ്ടുപേരും കൂടിയിട്ട് എന്താ പറഞ്ഞത്, രണ്ടുപേരും കൂടിയിട്ട് ഇതാക്കിയത് എന്താണ്, ഒരേ വെറൈറ്റിയാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും രണ്ടുപേർക്കും രണ്ട് തരാവാൻ കാരണം ഫെർട്ടൈൽ സോയിൽ, പെസ്റ്റ് കൺട്രോൾ, സ്യൂട്ടബിൾ ക്ലൈമറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റി പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഇതൊക്കെ ഉണ്ടാവും, മറ്റാൾക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല. ക്യാൻ ഗുഡ് ക്വാളിറ്റി സീഡ്സ് അലോങ് വിത്ത് ഗീവ് എ ബെറ്റർ ഈൽഡ്? വാട്ട് അതർ തിങ്സ് ആർ ടു ബി കൺസിഡേർഡ്? ഇപ്പോൾ ഗുഡ് ക്വാളിറ്റി സീഡ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വേണമെന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. രണ്ടെണ്ണം അവർ പറഞ്ഞിട്ടുണ്ട്, ഫെർട്ടൈൽ സോയിലും പെസ്റ്റ് കൺട്രോളും. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? സ്യൂട്ടബിൾ ക്ലൈമറ്റ് വേണം, ഇറിഗേഷൻ വേണം, ഫെർട്ടിലൈസേഴ്സും മാന്യൂഴ്സും വേണം അല്ലേ. വളങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫെർട്ടൈൽ സോയിലിൻ്റെ കാര്യമാണ്. പ്രോപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഈസ് റിക്വയർഡ് ഫോർ ബെറ്റർ ഈൽഡ്. നല്ല ക്വാളിറ്റിയിൽ ചെടി വളരണം, അതിൽ കായ്ക്കണം എന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യേണ്ടി വരും. വിച്ച് ആർ ദ ഫെർട്ടിലൈസേഴ്സ് കോമൺലി യൂസ്ഡ് ബൈ ദ ഫാമേഴ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി? നമ്മുടെ ലൊക്കാലിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ്? രണ്ടെണ്ണം തന്നിട്ടുണ്ട്, കൗഡങ്ങും യൂറിയയും. പിന്നെ എന്തൊക്കെ പറയാം? കമ്പോസ്റ്റ് പറയാം, NPK മിക്സ്ചർ പറയാം, ചിക്കൻ മാനുവർ പറയാം, കിച്ചൺ വേസ്റ്റ് പറയാം, ബോൺ മീൽ പറയാം, സൂപ്പർ ഫോസ്ഫേറ്റും പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ആ ഭാഗം ഫില്ല് ചെയ്യാം. ക്ലാസിഫൈ ദ ഫെർട്ടിലൈസേഴ്സ് ഇൻ ടു ഓർഗാനിക് ആൻഡ് കെമിക്കൽ ബൈ എക്സാമിങ് യുവർ ലിസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർഗാനിക് ഏതാണ്, കെമിക്കൽ ഏതാണെന്ന് നമ്മളോട് തന്നെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. അതേതൊക്കെയാണ്? നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ കിട്ടുന്ന കൗഡങ്, ചിക്കൻ മാനുവർ, കമ്പോസ്റ്റ്, നമ്മുടെ വേസ്റ്റസ് ഒക്കെ, പിന്നെ ബോൺ മീൽ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ് യൂറിയ, NPK മിക്സ്ചർ, ഫാക്ടം ഫോസ്, സൂപ്പർ ഫോസ്ഫേറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആരെയാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ ആണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തെ ആണ് ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഹി ഹാഡ് ഡെവലപ്ഡ് ഹൈ ഈൽഡിങ് സീഡ്സ് ആൻഡ് പോപ്പുലറൈസ്ഡ് ദം എമംഗ് ഫാമേഴ്സ് ആൻഡ് ദെയർബൈ അച്ചീവ്ഡ് എ ലീപ്പ് ഇൻ ദ ഏരിയ ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ. ദ എഫേർട്സ് മെയ്ഡ് ബൈ ഹിം ഹെൽപ്പ് to overcome poverty in most of the Southeast Asian countries. He had awarded with the World Food Prize and പത്മഭൂഷൺ. അപ്പോൾ അദ്ദേഹത്തിന് ഈ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെയും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്തൊക്കെയാണ്? ഒബ്റ്റെയിൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ, നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അല്ലേ. റിക്വയർഡ് ഇൻ ഹയർ ക്വാളിറ്റി, നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊന്നും പോരാ, നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കണം. നോട്ട് ഹാംഫുൾ ടു സോയിൽ, അത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് സോയിലിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കമ്പോണൻ്റ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രി, എവിടെ നിന്ന് ഉണ്ടാക്കുന്ന? കെമിക്കൽ ഇൻഡസ്ട്രീസ് നിന്ന് ഉണ്ടാക്കണ. റിക്വയർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി, ഇപ്പോൾ അധികം ഒന്നും ഇട്ട് കൊടുക്കണ്ട, കുറച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. എക്സസ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ, അപ്പോൾ അധികം യൂസ് കൂടിക്കഴിഞ്ഞാൽ സോയിലിനെ അത് നല്ല രീതിക്ക് ബാധിക്കും. കമ്പോണൻസ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ്, നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് അത് സപ്ലൈ ചെയ്യുക. ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഹാവ് ദെയർ ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഫാർമേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് ഫോളോ എ മിക്സഡ് മെത്തേഡ് ഓഫ് അപ്ലൈയിങ് മോർ ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ലെസർ ക്വാണ്ടിറ്റി ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഫാർമേഴ്സ് ആൾസോ യൂസ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഫോർ ബെറ്റർ ഈൽഡ്. അപ്പം നമുക്കറിയാം രണ്ടിനും മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്, നല്ലതും ഉണ്ട്, ചീത്തയുണ്ട്. പക്ഷേ കേരളത്തിലെ ഫാമേഴ്സ് കൂടുതലായിട്ടും നാച്ചുറലായിട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക, എന്നാൽ മറ്റേത് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്ക് പറയാനുള്ളത് പെസ്റ്റ് കൺട്രോൾ എന്ന ഭാഗമാണ്. അതിന് മുന്നേ റൈറ്റ് സൈഡിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്.
microbial fertilizer. In this method of application of fertilizers, microbes are used as a fertilizer. ഇവിടെ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് മൈക്രോബ്സ് ആണ്. സ്യൂഡോമോണസ് ആൻഡ് അസോസ്പിറിലം ആർ എക്സാമ്പിൾ ഓഫ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്. സോ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പെസ്റ്റ് ഇൻഫെക്ഷൻ ഇൻ പ്ലാന്റ്സ് ഈസ് എ മേജർ ഇഷ്യൂ ഫേസ്ഡ് ബൈ ദ ഫാർമർ. അറിയാമല്ലേ, പ്ലാന്റ്സിൽ പെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അത് ചെടീനെ നല്ല രീതിക്ക് ബാധിക്കും, ചീഞ്ഞു പോവും, നശിച്ചു പോവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ഐ സ്പ്രേ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് വെൽ സോ നോട്ട് എ സിംഗിൾ പെസ്റ്റ് ഇൻ മൈ ക്രോപ്സ്. അപ്പോൾ ആദ്യത്തെ ഫാർമർ എന്താ പറയുന്നത്, ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അടിക്കുന്ന, പെസ്റ്റിസൈഡ്സ് അടിക്കുന്ന, അത് കാരണം വേറെ ക്രോപ്സും സിംഗിൾ പെസ്റ്റസ് ഒന്നും വന്നിട്ട് നശിപ്പിക്കുന്നില്ല. ഐ സ്പ്രേ ടുബാക്കോ ഡിക്കോക്ഷൻ ഐ കുഡ് കൺട്രോൾ പെസ്റ്റസ് ടു സം എക്സ്റ്റെൻറ്റ്. നമ്മൾ ഈ പുകയില്ല അല്ലേ, അപ്പോൾ അത് നമ്മൾ ടുബാക്കോ ആണ് ആളടിക്കുന്നത്, അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് പെസ്റ്റസിനെ ചെറിയ രീതിക്കൊക്കെ. പെസ്റ്റസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് ലൈറ്റ് ട്രാപ്പ് ടു. അപ്പോൾ വേറൊരാൾ പറയുക ലൈറ്റ് ട്രാപ്പ് വെച്ചിട്ടും പെസ്റ്റസിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഫോർത്തൊരു ഫ്രോഗ് പറയുക ഐ ലവ് പെസ്റ്റസ് ഐ വിൽ ഈറ്റ് ആസ് മെനി ആസ് ഐ ക്യാൻ. എനിക്ക് പെസ്റ്റസിനെ ഇഷ്ടമാണ്, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കഴിച്ചോളാം. ഹാവൻ യു ലിസൺ വാട്ട് ഈച്ച് ഓഫ് ദം സെഡ്, റൈറ്റ് ഡൗൺ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഇൻ പ്ലാന്റ്സ്. അപ്പോൾ പെസ്റ്റ് കൺട്രോൾ ഇൻ പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്. ഫസ്റ്റത്തെ ലേഡി ബഗ് ഈസ് ആൻ ഇൻസെക്ട്സ് വിച്ച് ഈറ്റ്സ് ദ പെസ്റ്റ് ദാറ്റ് ഗ്രോ ഓൺ പ്ലാന്റ്. ലേഡി ബഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസെക്ട്സ് എന്താണ്, പെസ്റ്റസ് ദാറ്റ് പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന പെസ്റ്റസിനെയൊക്കെ ഈറ്റ് ചെയ്യും. ട്രിക്കോഗ്രാമ ഈസ് അനദർ ഫ്രണ്ട്ലി ഇൻസെക്റ്റ് ഓഫ് ദിസ് കൈൻഡ്. ട്രിക്കോഗ്രാമ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇൻസെക്റ്റും കൂടെ ഉണ്ട്. സിമിലർലി ഫ്രോഗ്, മബൂയ, കാലോട്സ്, ബഗ് എറ്റ്സെട്ര ഫീഡ് ഓൺ പെസ്റ്റസ് വിച്ച് ഇൻഫെക്റ്റ് ക്രോപ്സ്. അവയൊക്കെ എന്ത് ചെയ്യും, പെസ്റ്റസിനെ തിന്നും. ദിസ് കൈൻഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഈസ് കോൾഡ് ബയോളജിക്കൽ കൺട്രോൾ. അതിനെ അങ്ങനെ തിന്നിട്ട് പെസ്റ്റസ് ഇല്ലാണ്ടാക്കുന്നതിനെയാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. വെൻ പെസ്റ്റിസൈഡ്സ് ആർ അപ്ലൈഡ് ദീസ് ഫ്രണ്ട്ലി ഏജൻറ്റ്സ് ആൾസോ ഗെറ്റ് ഡിസ്ട്രോയ്ഡ് അലോങ് വിത്ത് ദ പെസ്റ്റസ്. നെക്സ്റ്റ് നമുക്ക് മെക്കാനിക്കൽ കൺട്രോളിനെ പറ്റി പറയാം. ഹാവൻ യു നോട്ടീസ്ഡ് ദ ഗോൾഡ് കളേർഡ് ഫ്ലൈ വിച്ച് ഡിസ്ട്രോയ്സ് ദ ഫ്രൂട്ട് ഓഫ് സർട്ടൈൻ വെജിറ്റബിൾ പ്ലാന്റ്സ്? ലെറ്റ് us learn a trick to control these flies. Crush a handful of basil leaves and put it in a steel plant. Observe the plate after a while. Can you see the gold colored flies approaches the plate? എന്താണ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ഒരു ഇതിൽ തുളസി ചെടി ഇട്ടിരിക്കുക ഒരു സ്റ്റീൽ പ്ലേറ്റിൽ, എന്നിട്ട് കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്ത് കാണാൻ പറ്റുമെന്നാ, ഗോൾഡ് കളേർഡ് ഫ്ലൈസിനെ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ എന്ത് ചെയ്യും, ഫ്ലൈസ് നമ്മുടെ ഈ ബേസിൽ ലീവ്സിൻ്റെ സ്മെല്ല് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ ഡിസ്ട്രോയിങ് ദീസ് ഫ്ലൈസ്. ദിസ് മെത്തേഡ് ഓഫ് കൺട്രോളിങ്, അങ്ങനെ നമ്മൾ പെസ്റ്റസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡ്, റിമൂവിങ് മാനുവലി ഓർ യൂസിങ് ട്രാപ്പ് ഈസ് കോൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. ഇങ്ങനെ ഓരോന്ന് നമ്മൾ ഈ ചെടിയുടെ മണം ഒക്കെ ശ്വസിപ്പിച്ചിട്ട് അങ്ങനെ കൺട്രോൾ ചെയ്യിപ്പിക്കുന്നതാണ് എന്ത്, മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഫെറോമോൺ ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ്. ഈ ഒരു ഇതിന് എക്സാമ്പിൾ എന്താണ്, ഫെറോമോൺ ട്രാപ്പാണ് കേട്ടോ. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്തത് പെസ്റ്റിസൈഡ്സിനെ പറ്റിയിട്ടാണ്. പെസ്റ്റിസൈഡ്സ് 2 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഉണ്ട്, ഓർഗാനിക് പെസ്റ്റിസൈഡ്സും ഉണ്ട്. സോ എന്താണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്? ഓക്കെ, പെസ്റ്റിസൈഡ്സ് പ്രിപ്പയർഡ് യൂസിങ് കെമിക്കൽ സബ്സ്റ്റൻസ്. കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പെസ്റ്റിസൈഡ്സിനെയാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്? ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ കമ്പാരിറ്റീവ്ലി ലെസ് ഹാംഫുൾ ദാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. ടുബാക്കോ ഡിക്കോഷൻ, നീം ഓയിൽ ഇമൽഷൻ, പിന്നെ ഗാർലിക്, കാന്താരി, ചില്ലി മിക്സ്ചർ, വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ചിട്ട് അതിൻ്റെ നീരൊക്കെ ഒഴിക്കും അല്ലേ, ആർ സം ഓർഗാനിക് പെസ്റ്റിസൈഡ്. മെനി ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് നൗ എ ഡേയ്സ്. ഇപ്പോൾ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് മാർക്കറ്റിലും ഉണ്ട്. ടുബാക്കോ ഡിക്കോഷൻ എന്താണ്, ചോപ്പ് 100 gram of tobacco and soak it in 1.5 liters of water for day. 100 gram of tobacco ചോപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് 1.5 liter വെള്ളത്തിൽ ഇട്ട് വെക്കുക. സ്ക്യൂസ് ഇറ്റ് ആൻഡ് ഫിൽറ്റർ ഇറ്റ്, എന്നിട്ട് നമുക്കത് അരിച്ചെടുക്കുക. ഡിസോൾവ് 10 gram of washing soap in it, എന്നിട്ട് 10 ഗ്രാമിൻ്റെ ഒരു സോപ്പ് അതിൽ അലിയിച്ചെടുക്കുക. ടുബാക്കോ ഡിക്കോഷൻ ഈസ് റെഡി നൗ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടുബാക്കോ ഡിക്കോക്ഷൻ നമുക്ക് കിട്ടി കേട്ടോ. ഓക്കെ, ഡൈല്യൂട്ട് ഇറ്റ് ബൈ ആഡിങ് ട്വൈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്സ്. അന്നേരം നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് അടിച്ചു കൊടുക്കാം. ഷുഡിൻ വീഡ് ഓൾസോ ബി കൺട്രോൾഡ് ഫോർ ഗെറ്റിംഗ് എ ഗുഡ് ഈൽഡ്? ഹൗ ക്യാൻ വീഡ് ബി കൺട്രോൾഡ്? വീഡ്സ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്ലിക്കേഷൻ ഓഫ് വീഡിസൈഡ്സ്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് വീഡിസൈഡ്സ് പറയും. പിന്നെ നമുക്ക് ക്രോപ്പ് റൊട്ടേഷൻ പറയാം, ഇൻ്റർ ക്രോപ്പിംഗ് പറയാം,
സ്പ്രേയിങ് വീഡിസൈഡ്സ് പറയാം, റിമൂവൽ ഓഫ് വീഡ്സ് ബൈ സം അഗ്രികൾച്ചർ ടെക്നിക്സ് ലൈക്ക് പ്ലഫിങ്, ബേണിംഗ് പറയാം, റിമൂവൽ ഓഫ് വീഡ്സ് ബൈ യൂസിങ് ദ ട്രവൽ, പണ്ടത്തെ കാലത്ത് അല്ലേ പറമ്പിലൊക്കെ റിമൂവിങ് ഓഫ് വീഡ്സ് ബൈ പുള്ളിങ് ഔട്ട് വിത്ത് ദ ഹാൻഡ് കൊണ്ടും പുള്ളി ചെയ്യുന്നുണ്ട്. Suitable climate also influences agriculture. Therefore, we need to cultivate crops that are suitable to the climate. So far, we have discussed various factors which help in the getting better yield. Hope you will consider them farming. അപ്പോൾ എന്തൊക്കെയാണ്? കിച്ചൺ ഗാർഡൻ അറ്റ് ഹോം, ടെറസ്, വെജിറ്റബിൾ ഗാർഡൻ ഇൻ ദ സ്കൂൾ, ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ ദ സ്കൂൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈസി ആയിട്ട് ക്രോപ്പൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാം. വിച്ച് ആർ ദ മെത്തേഡ്സ് യു ഹാവ് ലേൺ സോ ഫാർ ടു പ്രൊഡ്യൂസ് സാപ്ലിങ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വിൽ ട്രൈ ടു ഡെവലപ്പ് ദ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ യുവർ സ്കൂൾ ബൈ പ്രൊഡ്യൂസിങ് ഹൈ ക്വാളിറ്റി സാപ്ലിങ്സ് ത്രൂ ദീസ് മെത്തേഡ്സ്. റെക്കോർഡ് ദ ആക്ടിവിറ്റീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മൈ ഗ്രീൻ ഡയറി സാപ്ലിങ്സ് ഐ ഹാവ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഏത് സാപ്ലിങ്സാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഏത് മെത്തേഡ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഏത് മാസത്തിലാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഭാഗം നിങ്ങൾക്ക് വിട്ടുതരാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഭാഗം എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക കേട്ടോ. അടുത്തത് അതർ അഗ്രികൾച്ചർ സെക്ടേഴ്സ് എന്തൊക്കെയാണ്? പിസികൾച്ചർ, അതേതാണ്? നമ്മൾ ഈ മീൻ കാര്യങ്ങളൊക്കെ കണ്ടില്ല. പിന്നെ സെറികൾച്ചർ, പട്ടുനൂൽപ്പുഴു, അത്. പിന്നെ ഫ്ലോറികൾച്ചർ, ഫ്ലവർ. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ എന്താ പറയുക, തേൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഹണി ബി യൂസ് ചെയ്തിട്ട്. പിന്നെ ഏതൊക്കെയാണ്? ക്യൂണികൾച്ചർ, മുയൽ വളർത്തുന്നത് അല്ലേ. പിന്നെ മഷ്റൂം കൾച്ചർ, മഷ്റൂം. പിന്നെ പൗൾട്രി ഫാമിങ്, എന്താണത്? കോഴി ഫാം അല്ലേ. ലൈഫ് സ്റ്റോക്ക് റെയറിങ്, അതിലെന്തൊക്കെയാണ്? കൗസ് കാര്യങ്ങളൊക്കെയാണുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് അഗ്രികൾച്ചർ പ്രാക്ടീസ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ വരുന്നത്. നെക്സ്റ്റ് ഈ പാഠത്തിലെ ലെറ്റസ് ആക്സസ് എന്നുള്ള ഭാഗമാണ് കേട്ടോ. ലെറ്റസ് ആക്സസ് എന്നുള്ള ഭാഗത്തിലേക്ക് നമുക്കിനി പോവാം. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡു നോട്ട് സ്യൂട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന് ചൂസ് ചെയ്യാത്ത ഇതെന്താണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താ? ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം. എന്താ? ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം. ബി റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. സി ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. പിന്നെന്താണ്? ഫോർത്ത് എന്താ? കാണ്ട് അപ്ലൈ ദ റിക്വയർഡ് കമ്പോണൻറ്റ് അലോങ്. അപ്പോൾ എന്തൊക്കെയാണ് ആൻസർ വരുന്നത്? സിയും ഡിയും ആണ്. ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ നശിപ്പിക്കും. പിന്നെ കാണ്ട് അപ്ലൈ ദ റിക്വയർഡ് കമ്പോണൻറ്റ് അലോൺ. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തോന്നിയ പോലെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിനൊക്കെ ഒരു കണ്ടന്റ് ഉണ്ട്. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. എന്താണ്? അപ്പോൾ എന്തൊക്കെയാണ് വരിക? അപ്പികൾച്ചറിന് എന്താ വരിക? ആപ്പികൾച്ചറിന് എന്താ വരിക? ഓക്കെ, റയറിങ് ഓഫ് ഫിഷ് ആണ് അവർ നേരെ തന്നിട്ടുള്ളത് അല്ലേ. സോ റയറിങ് ഓഫ് ഹണി ബീസ് ആണ് നമ്മൾ പഠിച്ചു. പിന്നെ ക്യൂണികൾച്ചർ ആണെങ്കിൽ റയറിങ് ഓഫ് റാബിറ്റ്സ് ആണ് വരിക. സെറികൾച്ചർ എന്താ? സിൽക്ക് വേമിൻ്റെ ആണ് അല്ലേ. റയറിങ് ഓഫ് സിൽക്ക് വേം ആണ്. പിസികൾച്ചർ റയറിങ് ഓഫ് ഫിഷ് ആണ് കേട്ടോ. അടുത്തത് യു ഹാവ് ലേൺഡ് അബൌട്ട് ലെയറിങ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെയറിങ് ഷോൺ ഇൻ ദ ഫിഗർ. ആ ഫിഗറിൽ കൊടുത്തിട്ടുള്ള ലെയറിങ് ഏതാണ്? സർപ്പൻറ്റേറ്റ് ലെയറിംഗ് ആണ്. നമ്മൾ 2 ടൈപ്പ് ലെയറിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വൈ ലെയറിംഗ് ഇൻ ദിസ് വേ? അറ്റ് വിച്ച് പൊസിഷൻ ഷുഡ് വി കട്ട് ദ പ്ലാന്റ്? എ, ബി ഓർ സി? എവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക? നമ്മൾ ബിയിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തത് ലുക്ക്. അത് നമ്മൾ ആ ലെയറിംഗ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലുക്ക് അറ്റ് ദ പിക്ചർ. ഐഡൻറ്റിഫൈ സ്റ്റോക്ക് ആൻഡ് സിയോൺ ഫ്രം എ ആൻഡ് ബി. ഏതാണ് സ്റ്റോക്ക്, ഏതാണ് സിയോണ്? എ നമ്മുടെ സിയോണാണ്, സ്റ്റോക്ക് ബി ആണ് കേട്ടോ. ഓക്കെ, what is the advantages of attaching the stem of malgova to the local variety of mango tree? എന്താണ് advantages? When attaching the stem of malgova to local mango variety, the superior quality of both variety will combine and get a hybrid mango variety. അപ്പോൾ ഈ 2 മാങ്ങയുടെയും കൂടിയിട്ട് ക്വാളിറ്റിയും ക്വാളിറ്റീസ് ഒക്കെ കമ്പൈൻ ചെയ്ത് നമുക്ക് നല്ലൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി കിട്ടും. The new plant will have the qualities of local mango variety like no special care needed, grows well in our soil, etc. Similarly, the qualities of malgova like big,
സ്വീറ്റ് ആൻഡ് ഗുഡ് ക്വാളിറ്റി ഫ്രൂട്ട്സ് ഏർലിയർ ഫ്ലവറിങ് വിൽ ബി ഗോട്ട് ഇൻ എ ന്യൂ പ്ലാന്റ്. അപ്പോൾ ന്യൂ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മണ്ണിൽ വളർത്തിയെടുക്കാൻ പറ്റും. സെക്കൻഡ്, നമ്മുടെ മൽഗോവയുടെ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആൻഡ് ബിഗ് സൈസിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഈസ് ദർ എനി മെറിറ്റ് ഇൻ ദ അറ്റാച്ചിങ് ദ സ്റ്റെം ഓഫ് ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ ടു ദ സെയിം വെറൈറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോ ആണ് കേട്ടോ. ലിസ്റ്റ് ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ. ഏതൊക്കെയാണ്? ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്. അപ്പോൾ ബയോളജിക്കൽ കൺട്രോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. സോ ബയോളജിക്കൽ കൺട്രോളിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫ്രോഗ്, മബൂയ, കാലറ്റസ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഇതൊക്കെ നമ്മുടെ മറ്റേ ഓർഗാനിസത്തിനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബയോളജിക്കൽ കൺട്രോളാണ്. നെക്സ്റ്റ് എന്താണ്? മെക്കാനിക്കൽ കൺട്രോൾ. സോ മെത്തേഡ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്താ? ഫെറോമോൺ ട്രാപ്പാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ. തേർഡ് പെസ്റ്റിസൈഡ്സ് ആണ്. അപ്പോൾ 2 പെസ്റ്റിസൈഡ്സ് ഉണ്ട്. കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഉണ്ട്, ഓർഗാനിക് പെസ്റ്റിസൈഡ്സും ഉണ്ട്. അപ്പോൾ പെസ്റ്റിസൈഡ്സ് പ്രിപ്പയർഡ് യൂസിങ് കെമിക്കൽ സബ്സ്റ്റൻസ് ആർ കോൾഡ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആർ കമ്പാരിറ്റീവ്ലി ലെസ് ഹാംഫുൾ ദാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടുബാക്കോ ഡിക്ടോഷൻ, നീം ഓയിൽ ഇമൽഷൻ, ഗാർലിക്, കാന്താരി. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.